പരേത്തുകാവിലെ ഭൂമി ഒഴിപ്പിക്കൽ നീക്കത്തിനെതിരെയും അവിടെ നടന്ന അതിക്രമങ്ങൾക്കെതിരെയും ശക്തമായ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഷങ്ങളായി പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് അവരെ ക്രൂരമായ മർദ്ദനത്തിനിരയാക്കി ഒഴിപ്പിക്കാനാണ് നീക്കം നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. 4 തലമുറകളായി താമസിച്ചു വരുന്ന ഒരു സ്ഥലമാണ് ഇന്നലെ അവിടെയുള്ള ആളുകൾക്ക് നേരെയുള്ള പോലീസിൻ്റെ കടന്നാക്രമണം നടന്ന സ്ഥലം. അവിടെ ഗവൺമെൻറ് പുറമ്പോക്കാണ് എന്ന് ഗവൺമെൻറ് രേഖയിലുള്ള 19.5 ഏക്കർ സ്ഥലം, ആ സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ഓഫീസുകളെ സ്വാധീനിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ആ ഭൂമിക്ക് ഒരാധാരം ഉണ്ടാക്കിയിട്ടുണ്ടായി. ആ ആധാരമുള്ളവർക്കൊന്നും പട്ടയമില്ല, ആർക്കുമില്ല പട്ടയം. ഈ 19.5 ഏക്കറിലും താമസിക്കുന്ന ഒരാൾക്കും യഥാർത്ഥത്തിൽ നിലവിൽ പട്ടയമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2.5 ഏക്കർ സ്ഥലത്ത് 8 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നത്. അവർക്കും 19.5 ഏക്കർ സ്ഥലം ഗവൺമെൻറ് റെക്കോർഡിൽ ഗവൺമെൻറ് പുറമ്പോക്കാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് ഇവർക്കെല്ലാം പട്ടയം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് വരികയായിരുന്നു. അളന്ന് തിട്ടപ്പെടുത്തി ആരൊക്കെയാണ് കൈവശം വെക്കുന്നത് എന്ന് മനസ്സിലാക്കി സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പാവപ്പെട്ട പുറമ്പോക്കിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകണമെന്ന് പതിറ്റാണ്ടുകളായിട്ട് മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ച പ്രസ്ഥാനമാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എല്ലാം. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുറമ്പോക്ക് ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭൂമി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കുന്നത്തുനാട് മണ്ഡലത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയപ്പെടുത്തി ഒഴിപ്പിക്കാനാണ് പോലീസ് നടപടി ഉണ്ടായത്. ഇതിൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് കക്ഷിയല്ല, ഒരു പ്രൈവറ്റ് പെറ്റീഷൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നം ഉയർന്നു വന്നത്. ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2.5 ഏക്കർ ഭൂമി സ്വന്തമാണെന്ന് രേഖ ചമച്ച് മറ്റൊരു രേഖയിൽ ഒരു ആധാരം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് എന്നെല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇവിടെ അവരെ തന്നെ 2 ഭാഗമാക്കാൻ 2.5 ഏക്കറിൽ താമസിക്കുന്നവരും മറ്റ് ബാക്കിയുള്ള 17 ഏക്കറിൽ താമസിക്കുന്നവരും തമ്മിൽ സംഘർഷം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ 2 ഭൂമിയിലും താമസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടത് രേഖ നൽകുകയാണ് വേണ്ടത്. കോടതി വിധിയുടെ മറവിൽ ഇത്തരത്തിലുള്ള കുടുംബാംഗങ്ങളെ കടന്നാക്രമിക്കാനാണ് ഇന്നലെ ശ്രമിച്ചത്. മുത്തങ്ങ ഭൂമിയിലെ ആദിവാസി മേഖലയിൽ നടത്തിയിട്ടുള്ള കടന്നാക്രമം പോലെ 10-60ഓളം വരുന്ന ഈ 8 കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെ മൃഗീയമായി കടന്നാക്രമിക്കുന്ന നിലയാണ്, ചവിട്ടി ചരക്കുന്ന നിലയാണ് ഉണ്ടായത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അർഹതപ്പെട്ട മുഴുവൻ ആൾക്കും ഭൂമി നൽകുകയാണ് വേണ്ടത്. 4 തലമുറയായിട്ട് താമസിക്കുന്ന മനുഷ്യന്മാരെയെല്ലാം കുടി ഒഴിപ്പിക്കാൻ വേണ്ടി പോലീസിൻ്റെ ശക്തി ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് പോവുക, അതായത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തിൻ്റെയും മേലെ പോലീസ് അധികാരം ഉപയോഗിക്കരുത് എന്ന് വ്യക്തമാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 24 മണിക്കൂറാവുമ്പോഴേക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ അതിശക്തിയായ കടന്നാക്രമമാണ് കേരളത്തിൽ നമ്മൾ എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് മേഖലയിൽ നമ്മൾ കണ്ടത്. ഇതിനെ അതിശക്തിയായിട്ട് ജനങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, പ്രതിരോധിച്ചിട്ടുണ്ട്.
ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിന് പിന്നീട് പിന്നോട്ടേക്ക് പോകേണ്ടി വന്നത്.